വെൽക്കം ടു CC സൈബർ ക്യാമ്പസ്. നമ്മൾ എന്നും പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യാറ് അല്ലേ? ഓരോ വീഡിയോയും പൈത്തൺ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടായിരുന്നു ചെയ്യാറ്. പക്ഷെ ഇന്ന് ഒരു ചെറിയ ചേഞ്ച് ഉണ്ട്. ഇന്ന് HTML-ഉം CSS-ഉം യൂസ് ചെയ്തിട്ടാണ് വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പൊ എന്തായിരിക്കും? നമ്മൾ ഇന്ന് HTML-ഉം CSS-ഉം യൂസ് ചെയ്തിട്ട് ഒരു പ്രൊഫൈൽ കാർഡ്, നിങ്ങൾ എല്ലാവരും കണ്ടു, നമ്മൾ ID കാർഡ് അല്ലെ, ID കാർഡിന്റെ ഒരു ചെറിയ ഫോം ക്രിയേറ്റ് ചെയ്യാൻ പോവാണെന്ന്. അപ്പം വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമുക്ക് ഇന്ന് നോക്കിയാലോ? ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. നമുക്ക് ആദ്യം തന്നെ profile.html എന്ന് പറയുന്ന ഒരു ഫയൽ വേണം. അതുപോലെ തന്നെ profile.css, അതായത് ഒരു CSS ഫയലും ഒരു HTML ഫയലും വേണം നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു പ്രൊഫൈൽ കാർഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നമ്മൾ ആദ്യം തന്നെ ഒരു HTML ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. സോ ആ HTML-ന്റെ ഫയലിന് ഞാൻ profile.html എന്ന് പേര് കൊടുക്കാൻ പോവാണ്. profile.html. then നമുക്ക് ഒരു ഫയൽ കൂടെ വേണം. ആ ഫയലിന്റെ പേര് എന്ന് പറയുന്നത് ഒരു CSS ഫയലാണ്. സോ ഞാൻ അതിനും profile.css എന്ന് പറഞ്ഞിട്ട് സേവ് ചെയ്യാണ്. സേവ് ചെയ്തു. ഇതിലേക്ക് നമുക്ക് കുറച്ച് കളർ തീംസിന്റെ ആവശ്യമുണ്ട്. സോ നമ്മൾ കുറച്ച് കളർ തീംസ് കൊണ്ടുപോയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മളൊരു പ്രൊഫൈൽ കാർഡാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ കുറെ ഡിവിഷൻസും ഡിസൈൻസും ആണ് വരിക. നമുക്ക് ഇതിൽ ഫസ്റ്റ് തന്നെ ഓൾറെഡി ഡിഫൈൻഡ് ആയിട്ടുള്ള HTML അബ്രിവേഷൻ കൊടുക്കാം. അബ്രിവേഷൻ കൊണ്ടുവന്നതിന് ശേഷം നമുക്ക് ബോഡിയിൽ ടൈപ്പ് ചെയ്യാം. സോ ഞാനൊരു ഡിവ് ക്ലാസ് ഓപ്പൺ ചെയ്യാണ്. നമുക്ക് ക്ലാസ് പുറത്ത് ഡിഫൈൻ ചെയ്യാം. ഞാൻ ആ ഡിവിന് പ്രൊഫൈൽ കണ്ടെയ്നർ എന്ന പേര് കൊടുക്കുകയാണ്. കണ്ടെയ്നർ ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. ദെൻ ആ ഡിവിന്റെ ഉള്ളിൽ ഞാൻ പുതിയൊരു ഡിവ് ഇമേജ്, നമുക്ക് ഇമേജ് വേണം അല്ലെ, പ്രൊഫൈൽ പിക്കിന് ഇമേജ് വേണം. സോ ഡിവ് ക്ലാസ് എന്ന് പറയുന്നത് ഒരു ഇമേജ് IMG എന്നുള്ള, ഇത് രണ്ടും നമുക്ക് ഡിഫൈൻ ചെയ്യേണ്ടതുണ്ട്. സോ നമ്മൾ ആദ്യം തന്നെ ഡിവ് ക്രിയേറ്റ് ചെയ്ത് വെച്ചതാണ്. ദെൻ നമുക്ക് ഒരു ഹെഡിങ് H3 ടാഗില് ജസ്റ്റ് പേര് കൊടുക്കാം. പേര് കൊടുത്തു. ദെൻ പ്രൊഫൈൽ കാർഡ് ആണ്. സോ നമുക്ക് ഒരു H5-ല് H5-ല് നമുക്ക് ഡെവലപ്പർ എന്ന് കൊടുക്കാം. ദെൻ ഇത്രയും കൊടുത്തു. നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. സോ നമ്മൾ സേവ് ചെയ്യുന്നു. സേവ് ചെയ്തതിന് ശേഷം ഞാൻ ഈ URL കോപ്പി ചെയ്യുന്നു. URL കോപ്പി ചെയ്തതിന് ശേഷം നമ്മൾ ക്രോമിൽ ഇത് ഓപ്പൺ ചെയ്യുന്നു. നമ്മൾ ഈ ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. നമുക്ക് ഇത്രയും വന്നിട്ടുണ്ട്. അതായത് ഞാൻ ജസ്റ്റ് പേരും ഡെവലപ്പർ എന്നുള്ളത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. സോ അത് വന്നിട്ടുണ്ട്. നമുക്ക് പേര് വേണം, ഒരു പ്രൊഫൈൽ പിക്ക് വേണം, പേര് വേണം, അതുപോലെ തന്നെ ഡെസിഗ്നേഷൻ വേണം. പിന്നെ നമുക്ക് ഒരു 3 ഐക്കൺസും സെറ്റ് ചെയ്തിട്ട് ഒരു ഡിസൈൻ ആക്കി മാറ്റാം. സോ നമുക്ക് ഐക്കൺ വേണം. ഐക്കൺ വേണ്ടത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു CSS, നമുക്ക് വേണ്ട CSS ഇതിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി ആദ്യം നമ്മൾ ഇത് നമ്മുടെ CSS ഫയലിനെ കണക്ട് ചെയ്യുന്ന കോഡ് നമ്മൾ ആദ്യം കൊടുക്കണം. ലിങ്ക് ഞാൻ നേരത്തെ കൊടുത്ത ആ ഒരു കളർ തീമിന്റെ നമുക്ക് ആദ്യം ആക്സസ് ചെയ്യാം. സ്റ്റൈൽ ഷീറ്റ് സ്റ്റാറിഫില് profile.css. അപ്പൊ നമ്മള് ഈ CSS കാർഡ് നമ്മൾ എന്തെങ്കിലും ചേഞ്ച് വന്നോ എന്നുള്ളത് നമ്മൾ ഒരു ഡിവിഷനും ആക്സസ് ചെയ്തിട്ടില്ല. സോ നമുക്ക് ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഐക്കൺസ് വേണം. സോ നമുക്ക് ആദ്യം തന്നെ ബൂട്ട്സ്ട്രാപ്പിന്റെ ഐക്കൺ എടുക്കാം. ബൂട്ട്സ്ട്രാപ്പിന്റെ ഒഫീഷ്യൽ പേജിൽ പോവാം. ആദ്യം തന്നെ നമ്മൾ ഇതില് CDN കോഡ് നമ്മൾ ആദ്യം ആക്സസ് ചെയ്യണം. സോ നമ്മൾ ഈ കോഡ് കോപ്പി ചെയ്യുന്നു. നമുക്ക് ബൂട്ട്സ്ട്രാപ്പിലത്തെ ഐക്കൺസ് ആക്സസ് ചെയ്യാനുള്ള CDN കോഡ് നമ്മൾ കൊടുത്തു. കുറച്ച് ഫോണ്ടുകളും ഡിസൈൻസും ഒക്കെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഇതിലുള്ള കുറച്ച് ഡിസൈൻസ് എടുക്കാം. സോ നമ്മൾ ആദ്യം തന്നെ ഒരു കോളിന്റെ ഐക്കൺ ആണ് ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത്. കോളിന്റെ ഫില്ല് എടുക്കാം. നമുക്ക് എല്ലാത്തിന്റെയും ഫില്ല് എടുക്കാം.
സോ കളറ് നമുക്ക് ഈ ഒരു കോഡ് കോപ്പി ചെയ്യാം. ദെൻ ആ കോഡ് നമുക്ക് ഇവിടെ പേസ്റ്റ് ചെയ്യാം. ഒരു ഡിവിന്റെ ഉള്ളിൽ പേസ്റ്റ് ചെയ്യാം. സോ നമ്മളൊരു ഡിവ് സ്റ്റാർട്ട് ചെയ്യുന്നു. ആ ഡിവിന്റെ ഉള്ളിൽ നമ്മൾ ഈ കോഡ് പേസ്റ്റ് ചെയ്യുന്നു. ദെൻ നമുക്ക് കോള് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേണ്ട ഐക്കൺ ഏതാണ്? ദെൻ നമുക്കൊരു വീഡിയോ കോളിന്റെയും ഫില്ല് നമുക്ക് എടുക്കാം. വീഡിയോ കോളിന്റെ ഫില്ല് നമ്മൾ അതിന്റെ ലിങ്ക് നമുക്ക് കോപ്പി ചെയ്യാം. ദെൻ ഈ സെയിം ഡിവ് തന്നെ ഞാൻ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ എടുക്കാൻ പോകുന്നത് ഒരു മെസ്സേജിന്റെ ആണ്. സോ നമ്മളൊരു മെസ്സേജും ചാറ്റും നമുക്ക് ഫില്ല് എടുക്കാം. സോ അതിന്റെ ഫോണ്ട് ഐക്കണും ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ദെൻ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്തപ്പോൾ എന്തെങ്കിലും മാറ്റം ഇവിടെ വന്നോ എന്നുള്ളത് നോക്കാം. ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മുടെ ചാറ്റിന്റെ ഐക്കൺ ഇവിടെ പ്രസന്റ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾക്ക് ഇത്രയും കാര്യങ്ങൾ വേണ്ടുള്ളൂ. പക്ഷെ നമുക്കിത് ഒരു ഡിസൈൻ, ഒരു പ്രൊഫൈൽ കാർഡ് ഡിസൈൻ ആയിട്ട് വരണമെന്നുണ്ട്. സോ നമുക്ക് കുറച്ച് CSS, കുറച്ച് സ്റ്റൈൽസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. സോ നമ്മളിവിടെ പ്രൊഫൈൽ കണ്ടെയ്നർ എന്ന് പറയുന്ന ഒരു ക്ലാസ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആ ക്ലാസ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ നമുക്ക് ഈ മൊത്തം ബോഡിന്റെ സ്റ്റൈലുകളൊക്കെ നമുക്ക് കൊടുക്കാം. സോ ഫസ്റ്റ് ഓൾറെഡി നമ്മൾ കളേഴ്സ് കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് ബോഡി കൊടുക്കാം. നെക്സ്റ്റ് ബോഡിക്ക് നമുക്ക് ഒരു ഹൈറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കാം. മിനിമം ഹൈറ്റ് എന്ന് പറയുന്നത് ഒരു 100 VH കൊടുക്കാം. ദെൻ ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കണം. ബാക്ക്ഗ്രൗണ്ട് കളർ ഞാൻ നമുക്കൊരു ഗ്രേ കൊടുക്കാം. സോ ഗ്രേ കൊടുത്തു. ദെൻ നമുക്കൊരു ഡിസ്പ്ലേ ഫ്ലെക്സിബിൾ ആക്കി കൊടുക്കാം. ദെൻ കണ്ടന്റ്, ജസ്റ്റിഫൈ കണ്ടന്റ് സെന്റർ ആയിക്കോട്ടെ. ദെൻ അലൈൻ ഐറ്റംസും സെന്റർ. എന്തെങ്കിലും മാറ്റം വന്നോ നമുക്ക് നോക്കാം. ഇപ്പൊ നമുക്ക് നമ്മുടെ ഒരു ബാക്ക്ഗ്രൗണ്ട്, ഒരു ഗ്രേ കളറിലുള്ള ബാക്ക്ഗ്രൗണ്ട് വന്നു. നമ്മൾ കൊടുത്ത കാര്യങ്ങളൊക്കെ സെന്റർ പൊസിഷനിലായിട്ട് വന്നു. ഇനി നമുക്ക് നമ്മൾ നേരത്തെ കൊടുത്ത ഈ ഒരു ഡിവ്, ഈ പ്രൊഫൈൽ കണ്ടെയ്നർ എന്ന് പറയുന്ന ഈ ഒരു ക്ലാസ്സിന് നമുക്ക് ഡിഫൈൻ ചെയ്ത് കൊടുക്കാം. സോ നമ്മൾ profile.css എടുക്കുന്നു. ഡോട്ട് നമ്മുടെ കണ്ടെയ്നർ ക്ലാസ് നമ്മൾ എടുക്കുന്നു. ഇനി ഇതിന് നമുക്കൊരു ബോർഡർ കൊടുക്കാം. ബോർഡർ എന്ന് പറയുന്നത് ഒരു 1px ഇരിക്കട്ടെ. 1px സോളിഡ് ബ്ലാക്ക്. ദെൻ ബാക്ക്ഗ്രൗണ്ട് കളർ ഒരു ദെൻ നമുക്കൊരു ഡിസ്പ്ലേ ഫ്ലെക്സ് കൊടുക്കാം. ഡിസ്പ്ലേ ഫ്ലെക്സ് കൊടുത്തു. ദെൻ ജസ്റ്റിഫൈ കണ്ടന്റ്, ഇതുപോലെ തന്നെ ജസ്റ്റിഫൈ കണ്ടന്റ് ഞാൻ സെന്റർ ആക്കി കൊടുക്കാണ്. പിന്നെ നമുക്ക് ഫ്ലെക്സ് ഡയറക്ഷൻ ഒരു കോളം കൊടുക്കാം. ആഡിങ് ഒരു 5px. ദെൻ ഹൈറ്റ് ഒരു 350. നമുക്ക് നോക്കിയിട്ട് ഹൈറ്റ് ഒക്കെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാനൊരു 350 ആണ് കൊടുക്കുന്നത്. ദെൻ വിഡ്ത്ത് ഒരു 200 px. പിന്നെ ബോർഡർ വേണം. ബോർഡർ റേഡിയസ് കൊടുക്കണം. ബോർഡർ റേഡിയസ് കൊടുക്കണം. 8 px. ദെൻ ഒരു നമുക്കൊരു ഷാഡോ കൊടുക്കാം. ദെൻ ബോക്സ് ഷാഡോ ഒരു px. px 5px ആക്കി കൊടുക്കാം. px അതുപോലെ അതിന്റെ കളറ് ഒരു സെക്കൻഡറി കൊടുക്കും. അപ്പൊ നമ്മള് പ്രൊഫൈൽ കണ്ടെയ്നർ നമ്മൾ സെറ്റ് ചെയ്തു.
ഇനി ഇതെങ്ങനെയാ വരുന്നത് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പൊ ഒരു ബോക്സിൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട്, നമ്മൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആണ് കൊടുത്തത്. വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളതിൽ നമുക്ക് ഇങ്ങനെ ഒരു ഇതിൽ വന്നിട്ടുണ്ട്. ഓക്കെ, അലൈൻ ടെക്സ്റ്റ് വന്നിട്ടില്ല. അപ്പൊ നമുക്ക് അലൈൻ ഒരു ടെക്സ്റ്റും കൂടെ നമുക്ക് അലൈൻ ചെയ്ത് കൊടുക്കാം. അലൈൻ ഐറ്റംസ് നമുക്ക് സെന്റർ ആക്കി കൊടുക്കാം. അപ്പൊ നമ്മുടെ കണ്ടന്റ് സെൻട്രലായിട്ട് വരും. യെസ്, അപ്പൊ നമ്മള് ടെക്സ്റ്റ് അലൈൻ നമ്മൾ സെന്ററിലാക്കി കൊടുത്തിട്ടുണ്ട്. സോറി, അലൈൻ ഐറ്റംസ് നമ്മൾ സെന്ററാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ഇമേജ് അല്ലെ, നമ്മളിവിടെ ഒരു ഇമേജ് പറഞ്ഞിട്ടുണ്ട്. ഒരു ഡിവില് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇമേജ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സോ നമുക്ക് ഇമേജിന്റെ സ്റ്റൈല് ആ ക്ലാസ് നമുക്ക് ഡിഫൈൻ ചെയ്ത് കൊടുക്കാം. സോ IMG എന്ന് പറയുന്നതാണ് നമ്മുടെ ഇമേജിന്റെ ക്ലാസ്. സോ ബാക്ക്ഗ്രൗണ്ട് സൈസ് ആണ്, ബാക്ക്ഗ്രൗണ്ട് സൈസ് വേണ്ടെന്നുള്ളത് നോക്കാം. ബാക്ക്ഗ്രൗണ്ട് സൈസ് ഒരു 120 px നമുക്ക് കൊടുക്കാം. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടിന് ഒരു URL ഉണ്ട് അല്ലെ. സോ ബാക്ക്ഗ്രൗണ്ട് URL എന്ന് പറയുന്നത് എന്റെ സിസ്റ്റത്തില് .profile2.png ഈ ഒരു ഇമേജ് ആണ് എടുത്തത്. സോ ഇനി ഇതിനൊരു ഈ ബോക്സിനൊരു ഹൈറ്റ് വേണം. ഹൈറ്റ് ഞാനൊരു 150 px കൊടുത്തു. ദെൻ വിഡ്ത്ത് ഞാനൊരു 120 px കൊടുത്തു. ദെൻ ബാക്ക്ഗ്രൗണ്ട് പൊസിഷൻ എന്ന് പറയുന്നത് ബാക്ക്ഗ്രൗണ്ട് പൊസിഷൻ സെന്റർ ആക്കി കൊടുക്കാം. ബോർഡർ റേഡിയസും കൂടെ കൊടുക്കാം. ഇത്രയും നമ്മൾ ചെയ്തു. ഇനി ഇതെങ്ങനെയാണ് വന്നതെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പൊ നമുക്കൊരു ഇമേജും കൂടെ, നമുക്കൊരു പ്രൊഫൈലിൽ ഒരു ഇമേജും കൂടെ നമുക്ക് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന് ചെറിയ രീതിയിൽ നമ്മൾ ഈ ഐക്കൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അല്ലെ. പക്ഷെ ഐക്കൺസിന് നമ്മൾ സ്റ്റൈല് ഓൾറെഡി BI എന്ന് പറയുന്ന ക്ലാസ്സിനെ കോൾ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ BIയിൽ കുറച്ച് ചേഞ്ചസും കൂടെ വരുത്താം. സോ നമ്മൾ BI എന്ന് പറയുന്ന ക്ലാസ്സിനെ സ്റ്റൈൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പോവാണ്. സോ BI എന്ന് പറയുന്ന ക്ലാസ് ഓപ്പൺ ചെയ്തു. അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് എന്ന് പറയുന്നത് റേഡിയൽ ഗ്രേഡിയന്റ് ആയിട്ട് കൊടുക്കട്ടെ. വാർ അതുപോലെ തന്നെ ന്റെ ഒരു ഗ്രേഡിയന്റ് വന്നോട്ടെ. ദെൻ നമുക്ക് അതിനൊരു പാഡിങ് കൊടുക്കാം. ഒരു ഗ്യാപ്പ് വേണം. പാഡിങ്ങിൽ നമുക്കൊരു 10 px കൊടുക്കാം. അതുപോലെ അതിനും ബോർഡറിന് ഒരു റേഡിയസ് സെറ്റ് ചെയ്ത് കൊടുക്കാം, 8 px. അതുപോലെ ഈ ബോക്സിന് ഒരു ഷേഡോ നിന്നോട്ടെ. സോ ബോക്സ് ഷേഡോ എന്ന് പറയുന്നത് 2 px. ദെൻ അതുപോലെ നമുക്ക് കളറും കൂടെ കൊടുക്കാം. സെക്കൻഡറി ടെക്സ്റ്റ് കൊടുക്കാം. നമ്മൾ ഇത്രയും ഓപ്ഷൻസ് കൊടുത്തു. നമുക്കിതൊന്ന് സേവ് ചെയ്തിട്ട് ഒന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പൊ നമ്മുടെ ഐക്കൺസ് ഒരു നല്ല അടിപൊളിയിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതുപോലെ നമ്മൾ ഇതിൽ H3 H5 എന്ന് പറയുന്ന 2 ടാഗ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് ഇതിനും കൂടെ സ്റ്റൈൽ കൊടുക്കാം. H3, H6 ഒരു ഫോണ്ട് ഫാമിലി സെറ്റ് ചെയ്ത് കൊടുക്കണം. സോ ഫോണ്ട് ഫാമിലി ഏതെങ്കിലും ഒരു നല്ല ഫോണ്ട് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇതെങ്ങനെയുണ്ട് നോക്കിയിട്ട് നമുക്ക് വേറെ വേണമെങ്കിൽ ചൂസ് ചെയ്യാം. അപ്പൊ നമ്മള് ഈ ഒരു രീതിയിൽ നമ്മൾ പ്രൊഫൈൽ കാർഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ഡിസൈൻസ് CSS ഫയൽ മാത്രം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് ചെയ്തത്. ഇനിയും ഒരുപാട് സ്റ്റൈലുകൾ നമുക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. എന്ത് മോഡൽ വേണം, എങ്ങനെ വേണം, ഏത് ഫോണ്ട് വേണം, ഏത് കളർ വേണം എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ക്ലാസ്സുകൾ ക്രിയേറ്റ് ചെയ്യാം CSSൽ. നമുക്ക് നമ്മുടെ പ്രോഗ്രാമിലേക്ക് അത് യൂസ് ചെയ്യുകയും ചെയ്യാം. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഈ പ്രൊഫൈൽ കാർഡ്. അപ്പോൾ നമ്മൾ ഒരു പ്രൊഫൈൽ ഫോട്ടോയും പേരും ഡെസിഗ്നേഷനും കുറച്ച് ഐക്കൺസും വെച്ചിട്ട് നമ്മളൊരു പ്രൊഫൈൽ കാർഡ് ക്രിയേറ്റ് ചെയ്തു അല്ലെ.
എത്ര സിമ്പിൾ ആയിട്ടാണ് ചെയ്തത്. വെറും നമുക്ക് HTML കോഡ് കുറവാണ്, പക്ഷെ നമുക്ക് ഡിസൈൻസ് ഇതിലും കൂടുതൽ നമ്മൾ ഡിസൈൻസ് കൊടുക്കുകയാണെങ്കിൽ പല വെറൈറ്റീസ് ആയിട്ടുള്ള കാർഡുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സിമ്പിൾ ആണ് അല്ലേ? നിങ്ങൾ എല്ലാവരും ചെയ്തു നോക്കല്ലോ. അപ്പൊ ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോസ് കാണുന്നതിന് വേണ്ടിയിട്ട് CC സൈബർ ക്യാമ്പസിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ വെറൈറ്റീസ് ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. അതുപോലെ തന്നെ മുന്നേ ചെയ്ത വീഡിയോസ് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും നോക്കുമല്ലോ. ഓക്കെ, ബൈ.